നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാണ്. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ 2025 നവംബർ മാസം 9-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 1201 തുലാമാസം 23-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുമ്പോൾ. ഈ വാരത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി നമുക്ക് ചർച്ച ചെയ്യണം. മേടരാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. മിഥുനത്തിൽ ചന്ദ്രൻ, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, തുലാത്തിൽ സൂര്യനും ശുക്രനും, വൃശ്ചികത്തിൽ ചൊവ്വയും ബുധനും, ധനുവിൽ രാഹു, മീനത്തിൽ ശനി. വാരഫലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു 7 ദിനക്കാലം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 8 ദിവസങ്ങളാണ്. കാരണം തുലാമാസം 30-ാം തീയതി ഞായറാഴ്ച അവസാനിക്കുകയാണ്. വൃശ്ചികം മാസം വരികയാണ്. ധാരാളം പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം. മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുകയാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് ഈ വാരക്കാലം. മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 3-ാം ഭാവത്തിൽ ചന്ദ്രൻ മിഥുനത്തിലുണ്ട്. 4-ാം ഭാവത്തിൽ വ്യാഴം ഒരു ഹംസമഹായോഗം ചെയ്ത് രാജയോഗപ്രദനായി നിൽക്കുന്നുണ്ട്. 7-ാം ഭാവത്തിൽ ശുക്രൻ ഒരു മാളവ്യ മഹായോഗം ചെയ്ത് നിൽക്കുന്നു. കൂടെ സൂര്യനുമുണ്ട്. അഷ്ടമത്തിൽ ചൊവ്വ ബുധനോടുകൂടി നിൽക്കുന്നു. 11-ാം ഭാവത്തിൽ രാഹു, 12-ൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇവിടെ മേടൻ രാശിക്കാർക്ക് ഈ വാരം ഭാവാധിപനായ ഗ്രഹം ചൊവ്വ, മേടൻ രാശിയുടെ അധിപനായ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട്. ഏത് ഗ്രഹവും സ്വന്തം രാശിയിൽ അല്ലെങ്കിൽ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നത് ആ രാശിയുടെ കരുത്തിനെ, ബലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ചൊവ്വ ബുധനോട് കൂടിയാണ് യോഗം ചെയ്തിരിക്കുന്നത്. ബുധൻ ഇവിടെ 2 ഭാവങ്ങളുടെ അധിപനാണ്. അത് 3-ാം ഭാവത്തിൻ്റെയും 6-ാം ഭാവത്തിൻ്റെയും. 3-ാം ഭാവം വെച്ചാൽ സഹായികളാണ്, സഹോദരങ്ങളാണ്, തൻ്റെ ദുർബുദ്ധിയാണ്, തൻ്റെ പ്രതാപമാണ്, തൻ്റെ ശൗര്യമൊക്കെ പ്രകടിപ്പിക്കുന്ന ഭാവമാണ്. 6-ാം ഭാവമാണെങ്കിൽ അഷ്ടമഭാവം രോഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു. രോഗാദി അരിഷ്ടതകൾ, കള്ളന്മാർ, ഇവരൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ ചൊവ്വയുടെയും ബുധൻ്റെയും യോഗം ഇതൊരു വ്യാപാര യോഗമാണ്. പക്ഷെ നിൽക്കുന്ന ആ ഭാവം, ബുധൻ്റെ ഭാവം അത്ര ശുഭമല്ല. 8-ാം ഭാവത്തിൽ ബുധൻ വന്നാൽ വളരെ ഗുണമാണ്. ദീർഘായുസിനെ പറഞ്ഞിട്ടുണ്ട്. അന്യദേശത്ത് പോയി പേരും പ്രശസ്തിയും ഉണ്ടാക്കും. ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ മേടത്തിൽ ചൊവ്വയോട് നിൽക്കുന്ന ബുധൻ യാത്രയിൽ നിങ്ങൾക്ക് പല ക്ലേശങ്ങളും ഉണ്ടാക്കാം. നിങ്ങൾ ചതിക്കപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ചതിക്കുക എന്നൊരു ദൗത്യത്തിൻ്റെ ഭാഗമാകും. പലപ്പോഴും ദ്യൂതാന്ന പാനരത നാസ്തിക ചോര നിസ്വ കുസ്ത്രീക കൂടകൃത് അസത്യരത കുജക്ഷേ. അന്നപാനരതി, ഭക്ഷണം, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ദ്യൂതം, ചൂത്, നായാട്ട്, അനാവശ്യമായി കാശുകളൊക്കെ വലിച്ച് ചാടിക്കളിയുന്ന അവസ്ഥയൊക്കെ സംജാതമാകും. പെട്ടെന്നൊരു പ്രഷർ വരാനുണ്ട് ചൊവ്വ ബുധനോട് കൂടി വരുമ്പോൾ. പല കാര്യങ്ങളും തീരുമാനമില്ലാതെ എടുത്തു ചാടി താൻ പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യും, തുനിഞ്ഞിറങ്ങി അതിലൂടെ വലിയ മാനസിക അസ്വസ്ഥത തനിക്കുണ്ടാകും. തൻ്റെ ചിന്ത വളരെ മോശമാകും. ചിന്താസരണി ഋജു നേർരേഖയിലായിരിക്കില്ല. പലപ്പോഴും വക്രതയിലൂടെ, കുറുക്ക് വഴികളിലൂടെ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. പലപ്പോഴും രേഖാപരമായ വിഷയത്തിൽ താൻ ചതിക്കപ്പെടും, താൻ പിടിക്കപ്പെടും. പെട്ടെന്ന് വളരെയധികം ശ്രദ്ധിക്കണം. പല ഉദ്യോഗസ്ഥന്മാരൊക്കെ കാശ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പല കർമ്മങ്ങളിലും രേഖയാൽ അവർ കുടുങ്ങും, ചതിക്കപ്പെടും. അവരുടെ പേര് പത്രത്തിലൊക്കെ വരും. വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം മേടൻ രാശിക്കാർ ഈ വാരം മുന്നോട്ട് നീങ്ങണമെന്നാണ് എനിക്ക് വിശേഷിച്ച് പറയുവാനുള്ളത്. സഹോദരങ്ങളും അങ്ങേയറ്റം ശത്രുക്കളാവും. സഹോദരപതിയായ ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നു. സഹോദരങ്ങൾ, സഹായികൾ ഒക്കെ ശത്രുക്കളാവും. സഹോദരകാരകനായ ചൊവ്വയിൽ നിൽക്കുന്നത് 8-ാം ഭാവത്തിലാണ്. അതിനാൽ വളരെ ശ്രദ്ധിച്ച് വാരം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഭീമമായ നഷ്ടങ്ങൾ, മാനസിക സംഘർഷങ്ങളും രേഖാപരമായ പ്രയാസങ്ങളും പേരുദോഷവും ഉണ്ടാക്കും ഈ ചൊവ്വയും ബുധനും തമ്മിലുള്ള സംയോഗം. പൂർവികമായ സ്വത്ത് ലഭിക്കാനൊക്കെ വളരെ അനുകൂലമായ സമയമാണ്. ഞാൻ പറഞ്ഞു, സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങൾ ഉണ്ടാകും. എങ്കിലും പൂർവികമായ സ്വത്തിനെ ചിന്തിക്കേണ്ട വ്യാഴം 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ആ സ്വത്ത് രീതിയിലൊക്കെ പല തീരുമാനങ്ങൾ ഉണ്ടാകാം. വിവാഹ വിഷയത്തിൽ വളരെ അനുകൂലമാണ്. 7-ാം ഭാവത്തിൽ ശുക്രൻ വന്നു. പലപ്പോഴും വിവാഹ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങ്, അല്ലെങ്കിൽ കുട്ടിയെ കാണാൻ പോവുക തുടങ്ങിയ ചടങ്ങുകളൊക്കെ വളരെ നല്ലതാണ്. സഹോദര ഗുണം 3-ൽ ചന്ദ്രൻ വരുമ്പോൾ ഉണ്ടാകും.
പക്ഷേ സഹോദരപതി അഷ്ടമത്തിലാണ്. അതിനാൽ സാഹോദര്യത്തിന് വളരെയധികം പ്രാമുഖ്യം നൽകി മാത്രം മുന്നോട്ട് നീങ്ങുക. അനാവശ്യമായ ദുർവാശിയും ദുരഭിമാനവും ഉണ്ടായാൽ മേടൻ രാശിക്കാർക്ക് ഭീമമായ നഷ്ടമുണ്ടാകും. തൻ്റെ ആവശ്യത്തിന് മാത്രം ധൈര്യവും സാഹസികതയും ഒക്കെ പ്രകടിപ്പിക്കുക. അനാവശ്യമായി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ട് വഴക്കും വക്കാണവുമായാൽ തൻ്റെ റെപ്യൂട്ടേഷൻ സ്ഥിതി വളരെ മോശമാകും. അപ്രകാരം മദ്യപാന ശീലമുണ്ടെങ്കിൽ മദ്യപിക്കുന്ന സുഹൃത്തുക്കളെ വളരെയധികം ശ്രദ്ധിക്കുക. പലപ്പോഴും സുഹൃത്തുക്കളുടെ മദ്യപാന വിഷയത്തിൽ തനിക്ക് പേരുദോഷങ്ങളൊക്കെ വരാം. അവിടെ വഴക്കുണ്ടാവുക, അടിപിടിയിൽ അതിൻ്റെ ഭാഗഭാക്കാവുക, തൻ്റെ പേരും പത്രത്തിൽ വരിക തുടങ്ങിയ പ്രയാസങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം. വളരെ ജാഗ്രത പാലിക്കണം. നിർബന്ധമായും മേടൻ രാശിക്കാർ നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്താർത്ഥന വഴിപാടായി ചെയ്ത് പരിഹാര നിവൃത്തി വരുത്തുന്നത് വളരെ ഗുണകരമാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.